ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീക്ഷണം. സൈഡ് വേസ് മാർക്കറ്റ് ആയാലും റേഞ്ച് മാർക്കറ്റ് ആയാലും ട്രെൻഡി മാർക്കറ്റ് ആയാലും നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് എക്സിറ്റും എൻട്രിയും കാണിച്ചു തരുന്നുണ്ട്. സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ആക്ച്വലി ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് റിവേഴ്സലിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, അല്ലാതെ ലോസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇന്നത്തെ കാണിച്ചു തരാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് 14th ഓഗസ്റ്റ് ആണ്. പിന്നെ ബാങ്ക് നിഫ്റ്റി സൈഡ് വേസ് ആണ്. ഇന്നലെ ട്രെൻഡി മാർക്കറ്റ് ആയിരുന്നു. നല്ലൊരു ഡൗൺഫോള്, നല്ല ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കി തന്ന മാർക്കറ്റാണ്. ഇന്നത്തെ മാർക്കറ്റ് ഡൗണിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ബൈറ്റിലേക്ക് ഒരു ഡൗണിലേക്ക് പോകാൻ സാഹചര്യത്തിൽ അവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിഫിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിഫ്റ്റി മാർക്കറ്റിൽ പക്ഷേ കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ സൈഡ് വേസ് ആയിട്ട് സോഫ്റ്റ്വെയർ എക്സിറ്റ് ആയിട്ട് നമുക്ക് സൈഡ് വേസ് കളറായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സെയിം അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിലിൽ ബൈറ്റേഡ് ആണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല ട്രെൻഡി മാർക്കറ്റ്, ഇന്നലെ മിനിങ്ങാന്നൊക്കെ നല്ല മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ സൈഡ് വേസ്. ഇതുവരെ ഒരു ബൈറ്റേഡ് വന്നിട്ടും മാർക്കറ്റ് കൺഫേം ആയിട്ട് നമുക്ക് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ അവിടെ എക്സ്ട്രാ കളർ കാണിച്ചിരുന്നു. അത് മാത്രമല്ല ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ചും മിക്സപ്പ് ആയിട്ട് തരുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കുറേ നേരം അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് അവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അടിച്ചടിച്ച് മാർക്കറ്റ് കയറുന്ന സിറ്റുവേഷനാണ് കാണാറ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര റേഞ്ച് കയറുന്നുണ്ടോ ബാക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സൈഡ് വേസ് ആണ്. ഇപ്പോൾ ബൈറ്റേഡ് വന്ന് കുറേ നേരം നിന്നതിന് ശേഷമാണ് കൺഫേം ആയിരിക്കണേ. അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ശേഷം റിവേഴ്സ് പോയിട്ട് കുറേ നേരം ബൈറ്റേഡിൽ തങ്ങി നിന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു അപ്ടൻഡ് കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റിവേഴ്സ് പോയി. ഇപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് നെക്സ്റ്റ് കാണി നോക്കുമ്പോൾ വെള്ളം തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ട്രേഡ് എടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ പറയുന്നില്ല. അപ്പോൾ അത് കാണുമ്പോഴേ അറിയാം സൈഡ് വേസ് ആണ് അവിടെ ട്രേഡ് എടുക്കരുതെന്ന്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു കാണിച്ചിട്ട് ഇപ്പം ഇതാണ് ബൈസിക്കിൾ, ഇത് സെല്ലാണ്. ഇപ്പോൾ ഇത് ക്രൂഡ് ഓയിൽ ചാർട്ടാണ്. ഇപ്പോഴത്തെ റേറ്റ് നമ്മളിവിടെ കാണാം. ഇതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ട് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന സെല്ലിന് കണ്ടിന്യൂഷൻ ആണ് പോയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 12-ാം തീയതി വന്ന സെല്ലാണ്. സെല്ല് ക്ലോസിങ് സമയത്ത് വന്ന് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. പിറ്റേ ദിവസം ബ്രേക്ക് ചെയ്തു. അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വൺ സൈഡ് മൊമെൻ്റ് ആണ്. ഇന്നും അതേപോലെ ഡൗൺഫോൾ കണ്ടിന്യൂഷൻ ഡൗൺഫോളും മാർക്കറ്റ് ഒരുപാട് ഡൗൺ ഇറങ്ങിയിട്ടില്ല. മാർക്കറ്റ് ആ സ്റ്റേബിലിറ്റിയിൽ കണ്ടിന്യൂഷനാണ്. അതായത് അവിടെ ഒരു ബ്ലൂ കളർ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്ന് തരുന്നുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് തിരിഞ്ഞ് കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ബൈറ്റേഡ് ഫോം ആയിട്ടില്ല. അപ്പോൾ അത് ആ സെൽ ട്രേഡ് എടുത്തവർക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടൊരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു ബൈറ്റേഡിനുള്ളൊരു സിഗ്നൽ അവിടെ തന്നിട്ടില്ല. ഓക്കെ, അതാണ് എക്സ്ട്രാ കളർ ബ്ലൂ, വൈറ്റ്, ഓറഞ്ച് അങ്ങനെ മിക്സപ്പ് കളറായിട്ട് സോഫ്റ്റ്വെയർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളാണ് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏത് സിഗ്നൽ വന്നാലും കൺഫർമേഷൻ നോക്കുക, കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക്ഔട്ട് പോകുന്ന സിഗ്നലൊക്കെയാണ് 3 ടാർഗറ്റ് അടിക്കും. അല്ല കുറേ നേരം ഇങ്ങനെ ആ റേഞ്ചിൽ തങ്ങി നിൽക്കണം, അവിടെ ട്രേഡ് എടുക്കാൻ നിൽക്കേണ്ട. അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാനുള്ള സാധ്യതയാണ്. അഥവാ റിവേഴ്സ് പോയി കഴിഞ്ഞാലും എക്സ്ട്രാ കളറായിട്ട് വൈറ്റ്, ഓറഞ്ച്, അതേപോലെ ബ്ലൂ അങ്ങനെ എക്സ്ട്രാ കളർ കാണിച്ചു തരുമ്പോൾ അവിടെ എക്സിറ്റ് അടിച്ചു വിട്ടാൽ മതി. ഓക്കെ, സെയിം കണ്ടിന്യൂഷൻ പോകുന്ന സാഹചര്യം. ഇപ്പോൾ ഇന്ന് ഗോൾഡ് ആണ്. ഒരു അപ്രോക്സിമേറ്റ് 4 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ബൈ തന്നെ, 4-5 ദിവസമായിട്ട് ബൈ തന്നെയാണ്. പിന്നെ മാർക്കറ്റ് ബൈ തന്നെയാണ്. രാവിലെ ചെറുതായിട്ട് ഡൗൺ ഇറങ്ങാൻ നോക്കിയെങ്കിൽ അവിടെ നിന്ന് ട്രേഡ് മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ബൈ ട്രേഡിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് ട്രെൻഡിലേയും തിരിഞ്ഞ് കയറുന്ന സാഹചര്യം നമ്മുടെ സോഫ്റ്റ്വെയർ ഇ തന്നിട്ടുണ്ട്. ഇല്ല, ആ ക്യാൻഡിലെ പകുതിക്ക് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് അവിടെ തിരിഞ്ഞ് കയറിയിട്ടുമുണ്ട്. റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം വളരെ ഈസിയാണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.